ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലരി ദോശയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉണക്കലരിയും ഒരൽപ്പം ചെറുപയറും ഉലുവയും വെള്ളത്തിലിട്ട് കുതിർത്ത് മാവരച്ച് ഇത് ഇന്നലെ അരച്ച് വെച്ചതാണ്. പുളിയൊക്കെ വന്ന് കാണും. അത് നമുക്ക് പുളി ഒരുപാടാവാതെ സൂക്ഷിക്കുക. ഇത് നമുക്ക് ചൂടായ ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിടാം. അടുത്ത ദോശ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഹെൽത്തി ദോശയായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഈ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഒരെണ്ണം സ്ക്രാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് അടച്ച് വയ്ക്കാം. ബീട്രൂട്ട് ദോശ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിരുന്നു. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെറുപയറും ഉഴുന്ന് ചേർക്കാത്ത ഉണക്കലരി ദോശ നമുക്ക് ഉണ്ടാക്കി കഴിച്ചിരുന്നു. പക്ഷേ നമുക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് ഷൂട്ട് ചെയ്തപ്പോൾ റെക്കോർഡായില്ല. അതിനാൽ അത് ഇടാൻ സാധിച്ചില്ല. നമുക്ക് അടുത്ത തവണ നല്ല രീതിയിൽ ചെറുപയർ ഉണക്കലരി ദോശ ഉണ്ടാക്കി കാണിക്കുന്നതാണ്. നല്ല ദോശയായിരുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മുടെ എലുമ്പിപ്പൂച്ച ഇത് പൂച്ച ബിസ്ക്കറ്റേ കഴിക്കും. തേങ്ങ കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല. എലുമ്പിപ്പൂച്ച.